ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഇന്ത്യയുടെ ബാക്കിയുണ്ട്. ഇടത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ കഴിഞ്ഞ തവണ ഇടതിന് കിട്ടിയത്, ഇടതു മുന്നണിക്ക് കിട്ടിയത് പിന്നെ രണ്ട് സീറ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 2019 ഫലം നോക്കണ്ട, തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് 2 സീറ്റ് ഉണ്ടായിരുന്നു കേരളത്തിൽ. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് മാണി, അതേപോലെ തന്നെ ആലപ്പുഴ സീറ്റ് CPM-ന്റെ ആരിഫ്. രണ്ടുപേരും തോറ്റു. പകരം ചേലക്കര പിടിച്ചു. അപ്പോൾ 2 എന്നുള്ളത് 1 ആയി. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സിന്ദാബാദ്, 2G സ്പെക്ട്രം സിന്ദാബാദ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെയും സ്റ്റാലിന്റെയും ഫോട്ടോ വെച്ച്, അല്ലാതെ യെച്ചൂരിയുടെയും പിണറായിയുടെയും ഫോട്ടോ വെച്ച് അവിടെ നാട്ടുകാർക്ക് അറിയില്ല. അതുകൊണ്ട് ഇവരെ 2 ഫോട്ടോയ്ക്ക് വെച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് 2 സീറ്റ് കിട്ടി. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിന്റെയും സച്ചിൻ പൈലറ്റിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ട്, ഇവിടെ ഇത് തള്ളിപ്പറയുന്ന KC വേണുഗോപാലിന്റെ വരെ ഫോട്ടോ വെച്ച് അവരെയൊക്കെ പേരുപയോഗിച്ച്, അല്ലാതെ അവിടെ ഈ പറഞ്ഞിട്ട് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചിട്ട് കാര്യമൊന്നുമില്ല, ഗോവിന്ദമാഷ ഫോട്ടോ വെച്ചിട്ട് കാര്യമില്ല, സീതാറാം യെച്ചൂരിയുടെ ഫോട്ടോ വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ പിന്നെ രാഹുൽ ഗാന്ധി സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ച് നടന്നിട്ട് അവിടുന്ന് 1 സീറ്റ് കിട്ടി. പശ്ചിമബംഗാളിലെ സ്ഥിതിയാണ് രസം. 30 വർഷം ഭരിച്ചത്, അടക്കി ഭരിച്ചത് അജോതി ബസു, അതിനുശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യൊക്കെ. അവിടെ 2 സീറ്റിലൊഴിച്ച് ബാക്കി എല്ലാ സീറ്റിലും 42 സീറ്റുണ്ട് ബംഗാളിൽ. ആകെ എല്ലായിടത്തും നിൽക്കാനും പറ്റിയിട്ടില്ല. അതും കോൺഗ്രസ് സിന്ദാബാദ് തന്നെ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചിട്ടാണ് മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. നിലം തൊട്ടില്ല. 2 സീറ്റൊഴിച്ച് ബാക്കി എല്ലാ സീറ്റിലും കെട്ടിവെച്ച കാശ് പോയി. ആലോചിച്ച് നോക്കുന്ന ഒരു പാർട്ടിന്റെ ഗതികേട്. സംസ്ഥാനം അടക്കി ഭരിച്ചിരുന്ന പാർട്ടിയാണ്. ഭരണവിരുദ്ധ ഈ മമത അതൊക്കെ കാട്ടിക്കൂട്ടിട്ട് മമതയ്ക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ പിന്നെ വികാരം പോലും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തുള്ളത് BJP ആണ്. അത്രമാത്രം തകർന്നടിഞ്ഞു പോയി. 2 സീറ്റ് എന്ന് പറയുന്നത് 2 സീറ്റ് അതൊക്കെയാണെന്നറിയോ? ഒന്ന് മൂർഷിദാബാദില് പാർട്ടി അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം എന്ന് പറയുമ്പോൾ പണ്ട് നമ്മളെ MA ബേബി DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുമ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. മുഹമ്മദ് സലീം നല്ലൊരു കേഡറാണ്, നല്ലൊരു സഖാവാണ്, അതിലൊന്നും സംശയമില്ല. ഞാൻ അദ്ദേഹം മൂർഷിദാബാദിൽ ജയിക്കുമെന്ന് തുടക്കത്തിൽ അദ്ദേഹം ലീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നു, യൂട്യൂബിലും പറഞ്ഞിരുന്നു അദ്ദേഹം ജയിച്ചേക്കും എന്നുള്ളത്. എന്തായിരുന്നാലും നിർഭാഗ്യവശാൽ അദ്ദേഹവും പരാജയപ്പെട്ടു. അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ പ്രശ്നം കൊണ്ടുമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയുടെ പിന്നെ ഈ ഇടനിലക്കാരായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള കുറെ നേതാക്കന്മാർ അവിടെ കാട്ടിക്കൂട്ടിയ തോന്നിയാസത്തിന്റെ ഭാഗമായിട്ടാണ്. സംസ്ഥാന നേതൃത്വത്തിനെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ സംസ്ഥാന നേതൃത്വം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അതിനുശേഷം പക്ഷെ അവിടുത്തെ ജില്ലാ നേതൃത്വം, ഏരിയ നേതൃത്വം, ലോക്കൽ നേതൃത്വം ഒക്കെ നടത്തിയിട്ടുള്ള ഉത്തർപ്രദേശിലെ ഈ പോലെയുള്ള ഈ മാഫിയ രാജ്, ഗുണ്ടാ രാജ്, അത് നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടുള്ള ആ ഓർമ്മകൾ ഇപ്പോഴും മനുഷ്യരുടെ മനസ്സൊന്നും മാഞ്ഞു പോയിട്ടില്ല എന്നാണ് ഈ റിസൾട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ഡംഡമില് മത്സരിച്ച മുൻ MP സുജൻ ചക്രവർത്തി, ഈ 2 പേർക്ക് മാത്രമാണ് കെട്ടിവെച്ച കാശ് പോകാതിരുന്നത്. അത് 20% വോട്ട് മേലെ കിട്ടിയവർക്ക് മാത്രമാണ്. ആലോചിച്ച് നോക്കുക നിങ്ങൾ. അതേപോലെ തന്നെ കോൺഗ്രസിനും അവിടെ 13 സീറ്റിൽ മത്സരിച്ച് അവിടെ 8 സീറ്റിൽ അവർക്ക് കെട്ടിവെച്ച കാശ് പോയി എന്നുള്ള സ്ഥിതിയുണ്ട്. ഇത് ഒരു പാഠമാണ്. കേരളത്തിലെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ബോധം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഏതെങ്കിലും സഖാക്കൾ ഈ പാർട്ടിക്കകത്ത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ, സംസ്ഥാന കമ്മിറ്റിക്കകത്തൊക്കെ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ വളരെ കുറച്ചുള്ളേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഈ ഏറാമൂളികളാണ്. അവിടെ വിമർശനവും സ്വയംവിമർശനമൊന്നും ഇല്ല, ഒരു ബന്ധവുമില്ല. ജില്ലാ കമ്മിറ്റികളുടെ അവസ്ഥ അത് തന്നെയാണ് എല്ലായിടത്തും. ഇപ്പൊ മലപ്പുറത്ത് പേരിന് എന്റെ നാട്ടിൽ ജില്ലാ സെക്രട്ടറി ഉണ്ട്, EN മോഹൻദാസ്. റബ്ബർ സ്റ്റാമ്പാ. കാര്യങ്ങളെല്ലാം നടത്തുന്നത് BPL ലേറ്ററാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ. ആ ജില്ല ഭരിക്കുന്നത് മൊത്തത്തിൽ പാർട്ടിക്കകത്ത് തന്നെ പറയാറുണ്ട്. അതുകൊണ്ട് ഈ രീതിയിലുള്ള പിന്നെ മുപ്പര് കുഴപ്പക്കാരനാണെന്നുള്ളതല്ല. അല്ലേട്ടൻ എനിക്ക് നന്നായിട്ട് പിന്നെ വ്യക്തിപരമായി നല്ല പരിചയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കല്യാണത്തിലാണ് കണ്ടതെന്ന് മാത്രം. പിന്നെ അല്ലേട്ടൻ SFIയുടെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി, DYFയുടെ ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എന്നാ പിന്നെ ഇങ്ങനെ മാറ്റിയാൽ പോരെ? ഈയനെ പിടിച്ചിട്ട് റബ്ബർ സ്റ്റാമ്പാക്കിയിട്ട് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് വിജയരാഘവന് താല്പര്യമുള്ള രീതിയിലാണ് പിന്നെ പല ജില്ലകളിലുള്ള ഇടപെടലുകളൊക്കെ അവിടെ നടന്നിരുന്നത്. അതുകൊണ്ടാണ് ജില്ലാ സമ്മേളനത്തിനകത്തൊക്കെ ചില ഇടപെടലുകൾ നടത്താൻ പോകുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് അന്ന് പാലോളി മുഹമ്മദ് ഏറ്റുമുട്ടിയുടെയൊക്കെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ അവസാന സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും വീണ്ടും ആ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം തിരിച്ച് ഏറ്റെടുക്കുന്നത്, താൽക്കാലിക ചുമതല പിന്നെ നൽകിയിരുന്ന വിജയരാഘവനിൽ നിന്ന്. അതായത് ഈ പാർട്ടിനെ കൊണ്ടേ കൊള്ളാക്കും. കേരളത്തിലും ഇങ്ങനെ കെട്ടിവെച്ച കാശൊക്കെ പോകുന്ന കാലം അതിവിദൂരമല്ല എന്ന തിരിച്ചറിവ് CPM-ന്റെ നേതാക്കന്മാർക്ക് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോഴും അതിനോട് ഒരു പഴയ പൊക്കിൾക്കൊടി ബന്ധം നിലനിൽക്കുന്നതുകൊണ്ടാണ്.